ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-22 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ഇന്നത്തോടുകൂടി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തോട് നമ്മൾ വിട പറയും. വരുന്ന ദിവസം നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കും. വെളിപ്പാട് പുസ്തകം 3-ന്റെ 21-22 വാക്യങ്ങൾ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ചു, എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. 22-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ജയിക്കുന്നവർക്കാണ് വരം നൽകുന്നത്. എന്തിനെയൊക്കെ ജയിക്കണം? 1. ജഡത്തെ ജയിക്കണം. 2. പാപത്തെ ജയിക്കണം. 3. ലോകത്തെ ജയിക്കണം. 4. സാത്താനെ ജയിക്കണം. ഇവിടെ പറയുന്ന സിംഹാസനം ഒരാൾക്ക് മാത്രം ഇരിക്കുവാൻ പറ്റുന്ന കസേരയല്ല, മറിച്ച് അനവധി പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന കട്ടിൽ രൂപത്തിലുള്ള ഒന്നാണ്. ഇത് പാശ്ചാത്യ രാജാക്കന്മാരുടെ സിംഹാസനം വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജയിക്കുന്നവന് എന്നോടുകൂടി ഇരിപ്പാൻ വരം നൽകും. സെബദിപുത്രന്മാരുടെ അമ്മ പറയുന്നത് പോലെ ഇരിക്കേണ്ട ഇടമല്ല പിതാവിൻ്റെ വലത്ത് ഭാഗം. മനുഷ്യൻ്റെ ശുപാർശയോ പണം കൊടുത്തോ ഇരുത്തുകയില്ല, മറിച്ച് ജയാളികളെ ഇരുത്തുന്ന സ്ഥലമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 24-ാമത്തെ വാക്യം. യേശു പ്രാർത്ഥിച്ചു, ഈ പ്രാർത്ഥന ഇനി നിവൃത്തിയാകുവാനുണ്ട്. ആ വാക്യം ഞാൻ വായിക്കുന്നു. യോഹന്നാൻ 17-24. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. തിരുവചന ഭാഗം വിശാലമായി നമ്മൾ പഠനത്തിന് വിധേയമാക്കിയാൽ കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്നത് എവിടെയാണ് എന്ന് വിവിധ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1. മർക്കോസ് 16:19. അവൻ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. 2. അപ്പോസ്തല പ്രവർത്തികൾ 2:35. യേശുക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. 3. റോമലേഖനം 8:34. യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്കായി പക്ഷപാതം ചെയ്യുന്നു. 4. എഫീസ്യർ 1:20. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗ്ഗത്തിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുത്തിയിരിക്കുന്നു. 5. കൊലോസ്യർ 3:1. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. 6. എബ്രായർ 1:3. ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു. 7. എബ്രായർ 1:13. ഞാൻ ശത്രുക്കളെ പാദപീഠമാക്കോളം നിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. 8. എബ്രായർ 8:1. സ്വർഗ്ഗത്തിൽ മഹിമാസനത്തിൽ വലത്ത് ഭാഗത്തിരിക്കുക. 9. എബ്രായർ 10:12. ക്രിസ്തുവോ പാപികൾക്കായി ഏകയാഗമായി മരിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. 10. എബ്രായർ 12:2. ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. 1 പത്രോസ് 3:22. അവൻ സ്വർഗ്ഗത്തിലേക്ക് പോയി ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. 12. യോഹന്നാൻ 12:27. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരും ഇരിക്കും. 13. യോഹന്നാൻ 14:3. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 14. അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായം 55-56 വാക്യങ്ങൾ. അവിടെ സ്തെഫാനോസ് പറയുന്ന കാര്യമാണ്, ഇതാ സ്വർഗ്ഗം തുറന്നിരിക്കുന്നു, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് തൻ്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ പുത്രൻ നിൽക്കുന്നു എന്ന്. അപ്പോൾ യേശുക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്താണ് എന്നുള്ളത് തിരുവചനം വിവിധ ഭാഗങ്ങളിൽ അനവധി പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഞാനും ജയിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. കൊലോസ്യർ 2:15, ഫിലിപ്പിയർ 2:6-10 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ജയിച്ചതായിട്ട് നമുക്ക് കാണുന്നു. എന്തിനൊക്കെ? മരണത്തെ, പാപത്തെ, സാത്താനെ എല്ലാം തകർത്ത് ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് കർത്താവായ ക്രിസ്തു. ഫറവോൻ യോസഫിനെ മാനിച്ചു, എങ്കിലും തന്നോടുകൂടെ സിംഹാസനത്തിലിരുത്തിയില്ല. അഹശ്വേരോശ് മൊർദെഖായിയെ മാനിച്ചു, പക്ഷേ തൻ്റെ സിംഹാസനത്തിലിരുത്തിയില്ല. അങ്ങനെ ഇരുത്തുന്ന ഒരുവനെ ഉലകത്തിലുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. നമ്മൾ ലവോദിക്ക സഭയെക്കുറിച്ചായിരുന്നല്ലോ ഈ ദിവസങ്ങളിൽ വിശാലമായി പഠിച്ചു വന്നത്. ലവോദിക്ക സഭയ്ക്ക് എഴുതിയ ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് 7 കാര്യങ്ങൾ ഞാൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1. അതിൻ്റെ 15-ാമത്തെ വാക്യം, ഞാൻ അറിയുന്നു. 2. 16-ാമത്തെ വാക്യം, ഞാൻ ഉമ്മണ് കളയും. 3. 18-ാമത്തെ വാക്യം, ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. 4. ഞാൻ ശാസിക്കുന്നു എന്ന് 19-ാമത്തെ വാക്യത്തിൽ. അടുത്തത് 5. 20-ാമത്തെ വാക്യമാണ്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. 6. അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്, ഞാൻ അത്താഴം കഴിക്കും. 7. 21-ാമത്തെ വാക്യം, ഞാൻ വരം നൽകും. ഇങ്ങനെ ഞാൻ എന്നുള്ള പ്രസ്താവന ആവർത്തിച്ച് ലവോദിക്ക സഭയുള്ള ദൂതിനുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒടുവിലത്തെ വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് നമ്മൾ വായിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ളത് ഇതിനു മുമ്പും 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും നമ്മൾ ചിന്തിച്ചതുകൊണ്ട് ആ ഭാഗം വിടുന്നു. നാളെ തൊട്ട് നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രമിക്കാം. സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്.